5ാമത് നാടകം അവതരിപ്പിക്കാൻ കലാ അബുദാബിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിഷ്കാരങ്ങൾ വിപ്ലവത്തിൻ്റെ കൈവഴികളാണ്. അത് വിജയിക്കുമ്പോൾ വാഴ്ത്തപ്പെടുകയും പരാജയപ്പെടുമ്പോൾ തഴയപ്പെടുകയും ചെയ്യും. പക്ഷേ വാഴ്ത്തപ്പെട്ടാലും തഴയപ്പെട്ടാലും അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി സ്മരിക്കപ്പെടും. നാടകം ആരംഭിക്കുന്നു. തുഗ്ലക്ക്. അകത്തേക്ക് വരാൻ പറയൂ. അല്ലാഹുവിനെ സ്തുതി. വരൂ വരൂ വരൂ, ഇരിക്കൂ. ചതുരംഗത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഊരാക്കുണ്ടത്ത് ഞാൻ കഴിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ചതുരംഗ കളിക്കാരായിരുന്ന അൽ-അദ്ലിയും അൽ-സറാഖിയും ഒക്കെ അസാധ്യം എന്ന് വിധിച്ചതായിരുന്നു ഇത്. അതിപ്പോൾ എത്രയോ എളുപ്പത്തിൽ. കാര്യങ്ങൾ എവിടെ വരെ? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ 6000-ൽ മതിയും യോദ്ധാക്കളെ നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ചക്രവർത്തി തിരുമനസ്സേ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൂടി അറിയുന്ന വിരോധമുണ്ടോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരൻ, എന്നോടൊപ്പം ചതുരംഗം കളിക്കാനുണ്ടായിരുന്നവൻ, ഈ നിമിഷം ദില്ലിക്കെതിരെ പട നയിക്കുന്നു. 30,000 യോദ്ധാക്കളുമായി അയാൾ ദില്ലി ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനത് വിശ്വസിക്കില്ല. പക്ഷേ അങ്ങ് ധൃതി പിടിച്ചൊന്നും ചെയ്യരുത് പ്രഭു. തീർച്ചയായും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായി കാണണം. അതിന് മുഴുവൻ അങ്ങക്ക് നന്നായിട്ട് അറിയാം. അയാൾ നല്ലൊരു മനുഷ്യനാണ്. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ബഹുമാനിക്കുകയും ചെയ്യും. അയാൾ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടിപ്പോൾ എനിക്കിപ്പോൾ തെറ്റിദ്ധരിക്കാനും മറ്റും സമയമില്ലെന്ന് അയാൾ കരഞ്ഞുകൂടെ? നമ്മുടെ തലസ്ഥാനം ദില്ലിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളിൽ നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നു. പുരോഹിത ഇമാമുദ്ദീൻ ദില്ലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങണം. അതെ പ്രഭു. എന്നിട്ട് അദ്ദേഹത്തിനെ അവസാനിപ്പിക്കുകയും വേണം. കലാപകാരികളുടെ നട്ടലാണ് അയാൾ പറഞ്ഞ എന്താണെന്ന് കൂടുതൽ അറിയണമെങ്കിൽ ബറാനിയോട് ചോദിച്ചാൽ മതി. അപ്പോൾ ബറാനി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു അല്ലേ? ആളെങ്ങനെ കാഴ്ചയിൽ എന്നെ പോലിരിക്കുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്പം ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുവെന്ന് രാജീവ് എങ്ങനെ അറിഞ്ഞു? അങ്ങ് ക്ഷമിക്കണം. ചാരന്മാർ എന്റെ പുറകിൽ നടത്തി നടക്കുന്നത് എനിക്കിഷ്ടമല്ല.
അറിയുക എന്നുള്ളത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് എന്നോടൊപ്പം വരാൻ താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടത്. അതെ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അത് പ്രാർത്ഥനാ സമയത്ത് അങ്ങ് സ്വന്തം പിതാവിനെയും സഹോദരനെയും വധിച്ചു എന്നും അതുകൊണ്ട് രാജാവായിരിക്കാൻ എനിക്ക് അവകാശമില്ലെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ അവരിത് പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയോ? സുഹൃത്തായാലും പുരോഹിതനായാലും രാജ്യദ്രോഹി തന്നെയാണ്. ഇതോടുകൂടി അദ്ദേഹത്തിന് അവസാനിപ്പിക്കണം. ഏത് നിമിഷവും പുറപ്പെടാൻ സൈന്യം സജ്ജമായിരിക്കണം. മറ്റന്നാൾ വൈകുന്നേരം നാം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഭരണകാര്യം ഭരണകാര്യങ്ങളൊക്കെ ആര് നോക്കും പ്രഭു? അപ്പോൾ നമ്മുടെ നീ എത്ര തവണയായിട്ട് ഡയലോഗ് എത്തിക്കുന്നു? ഒരു മിനിറ്റ് ഒന്നിനും സ്ക്രിപ്റ്റ് നോക്കി വന്ന് പഠിക്കും. വായിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് പണ്ടാണ് ടെമ്പോയിൽ വന്നായിരുന്നു, നശിപ്പിച്ചില്ലേ? അപ്പോൾ നമ്മുടെ ഭരണകാര്യങ്ങളൊക്കെ എന്തോ ഇത് ചായ കുടിച്ചിട്ട് മതി. ഈ സീ കഴി ചാടിക്കാൻ ചായയുടെ ചൂട് പോകുമ്പോ അതെ മര്യാദക്ക് വേണ്ട ഡയലോഗ് അടിക്കാൻ വേണ്ട. തമാശ കളിക്കല്ലേ? ശരി, ഇപ്പൊ ഞാൻ ഡയലോഗ് അടിക്കുന്ന കുഴപ്പമില്ല. ഈ നാടകത്തിൽ ആരും നടിക്കുന്നു. അവള് വരാത്തിൽ കുഴപ്പമൊന്നുമില്ല. അവള് വരും. നീ നിന്റെ ഡയലോഗ് അടിക്ക്. ആദ്യം അവള് ഞാൻ ഡയലോഗ് അടിക്കും. ഇത് സംവിധായകന്റെ കസേര. അതെ, സംവിധാനം ഇന്നൊരു കമ്പനി കസേര കസേര ആകുമ്പോഴത്തേക്ക് ആർക്കും ഇരിക്കാം. ഇത് സംവിധാനം ഹലോ, രജനി എവിടെ? അതെന്തേ? നമുക്ക് സംവിധായകനോട് സംസാരിക്കാലോ. അല്ല, അതിപ്പോ പറഞ്ഞ പിന്നെ ഞാൻ അല്ല അത് 2-3 ദിവസമല്ലേ നാടകത്തിന്. അതല്ല ഞാനൊന്ന് ഹലോ 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 ഈ നാടകം നടക്കില്ല. എന്തോ വിഷയം നീ പറയുന്നത്? നാളെ നടക്കത്തില്ലെന്നാ. ഈ നാടകത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് രജനി വരില്ലാന്ന്. പക്ഷേ അടുത്ത ചൊവ്വാഴ്ച നാടകം കളിക്കലാണ് 23-ാം തീയതി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യൂടെ? ഇത് ബഷീറെ ചതിയായി പോയി. ഈ അവസാന നിമിഷത്തിൽ അവളെ ചെയ്ത കൊല ചതിയായി പോയി ബഷീറെ. ഇത് പാറ, ഇത് മറ്റേ ടീം വലിച്ചതാവട്ടാ. ആര്? ദുബായ് ടീമേ നമ്മുടെ നാടകം പൊളിക്കാൻ. ഇതൊന്നുമല്ല, പിന്നെ ഇതാ സംവിധായകനായിട്ടുള്ള പ്രശ്നം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ പ്രശ്നല്ലേ? വെള്ളിയാഴ്ച ഉണ്ടായ പ്രശ്നത്തിൽ ഞാൻ നടി രജനോട് ഒരു പെണ്ണിന്റെ മൂത്തെ പറയുന്ന ഭർത്താനാണ് അങ്ങനെ പറഞ്ഞു. ആരുടെ സഹിക്കൂടെ? അനി അമ്മക്കുള്ള അമ്മമ്മമാരും ഇക്കാര്യത്തിൽ ഞാൻ അവിടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സംവിധായകനാണ്, ആർട്ടിസ്റ്റ്. ഒരു നാടകമാകുമ്പോ കുറൊക്കെ സഹിക്കേണ്ടോ? ഇതൊക്കെ ഒരു ക്യാമ്പിൽ പതിവല്ലേ? ഒരു സംവിധായകൻ വന്നിരിക്കണം. എന്റെ ബഷീറെ, ഇനി അയാളെങ്ങാനും എന്നോട് ചൂടാമെന്ന വലിച്ചിട്ട് അടക്ക് ഞാൻ. ഹലോ, അങ്ങനെ വരുമ്പോ ഇതുപോലെ അങ്ങോട്ട് പണഞ്ഞാ ഞാൻ പറയും ഇരിക്കാൻ പേടുന്നില്ല. ഇതിനെ കുറിച്ച് അറിയില്ലേ? പട്ടാമ്പി സ്റ്റാൻഡ് പോലും ചോദിച്ചോ. പട്ടാമ്പി സ്റ്റാൻഡിലെ ബഷീറെ, കഴിഞ്ഞ വർഷം നമ്മൾ നാടകം കളിച്ചു. എന്തെങ്കിലും പ്രശ്നം ഇല്ലല്ലോ. അതിന്റെ അങ്ങേ വർഷം നാടകം കളിച്ചു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത്? ഇതേ ഈ ഡയറക്ടറെ കൊണ്ടുവന്ന പ്രശ്നം. കുമാരേട്ടത് കഴിഞ്ഞ അവിടത്തെ പോലെ അല്ല. നമ്മൾ ടൈറ്റ് മത്സരല്ലേ? 15 നാടകങ്ങളാ. 15 നാടകം. കേരളത്തിലെ പ്രഗത്ഭരായ സംവിധായകന്മാർ മുഴുവൻ ടൈറ്റ് മത്സരം. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ടൈറ്റ് ആവൂടാ. ടൈറ്റ് ആവും. എടാ 30,000 ദിർഹംസ് വട്ടി പലിശക്ക് എടുത്തിട്ടല്ലേ കഴിഞ്ഞ അവിടെ നാടകർക്ക്. ആ കാശ് ഇതുവരെ കൊടുത്തെടുത്തിട്ടില്ല. ഇതെന്താ ഇത്തവണ നമ്മൾ നാടകർക്കുണ്ട്. എടാ എനിക്കെന്താ ഭ്രാന്താണ് വിചാരം. കഴിഞ്ഞ 2 തവണയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഫസ്റ്റ് പ്രൈസ് ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കും. ഈ സംവിധായകന് തന്നെ നമ്മൾ ഇറക്കിയ അതിനെങ്ങനെയാ? ആത്മാർത്ഥത വേണോ? ആത്മാർത്ഥത. നിങ്ങൾ അത് പറയുന്നതാ. എന്നെ ജോലി പോയ അവസ്ഥയിലുള്ള ഇന്നത്തെ ഞാൻ കളിക്കണേ. അതുകൊണ്ട് ആത്മാർത്ഥ ഇല്ലെന്ന് മാത്രം നിങ്ങൾ പറയുന്നു. അത് ബഷീർക്കാ, എന്റെ വൈകുന്നേരത്തെ 2 മണിക്കൂർ ഓവർ ടൈം കളിച്ചാൽ ഞാനും കൂടി വരുന്നത്. എനിക്കെന്താ പറയാ പണിയിലേക്കാ. ബഷീർക്ക് ആത്മാർത്ഥ മാത്രം പറയട്ടാ.
നിനക്ക് മാത്രമേ പ്രശ്നമുള്ളേ? നിനക്ക് മാത്രമേ പ്രശ്നമുള്ളേ? ഞാൻ 7 മണിക്ക് ഓഫീസിൽ നിന്നിട്ട് ഓടി പഠിച്ച് വന്നില്ല. ചെരക്കാനാ? അതെ പക്ഷേ ഞാൻ എന്തായാലും നിങ്ങളുടെ സംഘടനയുടെ ആളല്ല. അഭിമാനവും ആത്മാർത്ഥതയോ അതൊക്കെ നിങ്ങളുടെ സംഘടനാ കാര്യങ്ങൾ. എടാ ഞാൻ വേറൊരു സമയം നാടകം കളിച്ചോണ്ടിരുന്ന എന്നെ നീ ഒറ്റൊട്ടനാണ് ഇതിനകത്ത് പിടിച്ചോണ്ടത്. നിനക്ക് നല്ല വേഷം കിട്ടിയില്ലടാ. വേഷം പക്ഷേ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയുള്ളൂ. ഈ നാടകം നമ്മളിവിടെ കളിക്കില്ല. നാടകം കളിക്കുന്നു പറഞ്ഞാൽ നിന്റെ രാജാപ്പാട്ട് കളി നാടകത്തിൽ മതി. ഇവിടെ വേണ്ട, മനസ്സിലായോ? ഇവിടെ ഒരു നടിയല്ലേ പ്രശ്നം. ഞാൻ ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചൊരു നടിനെ കൊടുത്തോളാം. നിങ്ങളെ ഡയലോഗ് ഒന്ന് പഠിക്കുക. ഡയലോഗ് എന്ന് പഠിച്ചതാ. അത് കേടെ വായിലേക്ക് കേൾക്കണ്ടേ? എന്തോ ബഷീർ, നീ അല്ലേ പറഞ്ഞ അവിടെ നിന്ന് നടിയെ കൊണ്ടുവരാന്ന്? ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. കൊള്ളാം. ഈ സമയത്ത് ഒരു പെണ്ണിനെ എവിടെ നിന്ന് കിട്ടാൻ? അത് മാത്രമല്ല, ഇങ്ങനെയാണ് സമയം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ യുഎയിലുള്ള ഒറ്റ പെണ്ണ് നമ്മളെ നാടകം തിരിഞ്ഞു നോക്കില്ല ബഷീറെ. എന്റെ അമ്മയുടെ വിഷയം നടക്കൂല കേട്ടാ, നടക്കൂല. ഏയ് നാടകം നടക്കൂല. നടിയും കുന്തോന്നില്ലേ ബന്ധത്തെ പടക്കോടിക്കുന്നത്. കൊല്ലടാ, കൊല്ലടാ. നിനക്ക് പറ്റൊരു നടിയെ കൊണ്ടുവരാൻ? ഞാൻ എവിടെ പോയി ഉണ്ടാക്കാൻ ഒരു നടിനെ? നിനക്ക് പറ്റൊരു നടിയെ കൊണ്ടുവരാൻ? എന്നാ പിന്നെ മുണ്ടരുത്. ഞാൻ പോട്ടെ. ഓരോന്നും ഇങ്ങോട്ട് വരും അഭിനയിക്കാനത്ര. എടാ എന്തെങ്കിലും ഒരു പണികൾ ചെയ്യണ്ട. പറ, എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടോ? ഞാനിവിടെ എന്തൊക്കെ ചെയ്യണം? നടിനെ കൊണ്ടുവരണം, ഷാബിയെ പോയ ആളെ കൊണ്ടുവരണം, മുസഫ എന്ന ആളെ കൊണ്ടുവരണം. ഫുഡ് കറക്റ്റ് ടൈമിന് തന്നെ എത്തും. അത് കണ്ടാ അറിയാം. എടാ 9,000 ദിർഹംസ് എണ്ണി കൊടുത്തിട്ടാ ഈ ഓഡിറ്റോറിയം റെന്റ് എടുത്തിട്ടുള്ളത്. അറിയാലോ. ഇപ്പൊ ഒരു നാട്ടിലാണ് പോയപ്പോ എന്റെ മെക്കിട്ടത്. ഞാൻ ഗംഗേട്ടനെ വിളിച്ചാണ്. അങ്ങനെ ഒരുപാട് ബന്ധുക്കളായിട്ട് വലിയ കോണ്ടാക്ടുകളാണ്. ചിലപ്പോൾ ഒരു നടി അങ്ങനെ തപ്പി തരും. ഈരച്ചി അറിയണ്ടേ? നിനക്കല്ലേടാ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധം. നീ ഒരുപാട് പേരെ ചെറുതും വലുതായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളല്ലേ. ഒരാളെ തപ്പിയെടുക്കും. ഇത് നാടകം കളിക്കാനാ, വേറെങ്ങനെയല്ല. അടിയുടെ ആണി ആസനം തന്നെ അടി. റിഹേഴ്സൽ ചെയ്യാൻ നോക്കുക. ആകുന്നുണ്ടല്ലേ അത് വേണ്ടേ? ആ മേനത്തെറ്റില്ലേ എന്റെ ഫ്ലോ പോയതാ. നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാണല്ലോ ഫ്ലോ. ഇനി ഫ്ലോ പോകണ്ട. പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും അപ്പ തുണിയിട്ട് പോയി. ഏത് നിമിഷവും പുറപ്പെടാൻ സൈന്യം സജ്ജമായിരിക്കണം. മറ്റന്നാൾ വൈകുന്നേരം നാം കന്യാകുബ്ജത്തിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഭരണകാര്യങ്ങളൊക്കെ ആര് നോക്കും പ്രഭു? നജീബ് ഇവിടെ ഉണ്ടാകും. മാത്രമല്ല സമ്പൻഷാല രാജകുമാരൻ ഷിഹാബുദ്ദീനെ നാം ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ അദ്ദേഹം ഇവിടുത്തെ ഭരണകാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഞാൻ നിങ്ങളെ അവഗണിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ പറയാൻ. ഈ കളി എനിക്ക് എന്റെ സ്വന്തം രീതിയിൽ കളിക്കണം. നജീബ് വരൂ, നമുക്ക് സേനാധിപനെ കാണാം. ശരി പ്രഭു. ഒന്ന് ശരിയാക്കി വെച്ചത് എവിടെ നോക്കിയിരിക്കണം? ഇതൊക്കെ ശരിയാക്കി വെച്ചൂടാ. ആ സംവിധായകനാ വരുന്നേ. നടി പറ്റില്ലാതെ ഞാൻ എങ്ങനെയാ പേടിച്ചിട്ടല്ല. പിന്നെ അയാളുടെ വായ കേൾക്കണ്ടേ? അയാളെ വായിരിക്കുന്ന ചീത്തക്കാരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു കളി കളി കൂടെ നിൽക്കണം. എന്റെ പൊന്നു വായി, ഞാനൊക്കെ എത്ര നാടക സമയം ചെയ്യിക്കുന്നു. സുപ്രസിദ്ധ നാടകർ ചെയ്ത രാജൻ കിഴക്കലയുടെ അനന്തരവരുടെ കളി വീണ്ടും ആണിയല്ലേ. നീ തൃശ്ശൂർന്ന് കുറ്റിയും പറിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ നടക്കട്ടെടാ, നടക്കട്ടെ.
നമസ്കാരം സാർ. ഏതാണ് നാടകം? അത് ഭയങ്കര സാധനമാണ്, പക്ഷെ വർക്കൗട്ട് ചെയ്യണം, നന്നായി വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ നടപ്പറക്കെ കളിക്കടാ, നാടകം കളിക്കും. എടാ അതൊരു വിഷയമല്ലടാ. നായരോ നമ്പ്യാരോ ഡോക്ടറോ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നല്ല നാടകങ്ങൾ ഉണ്ടാവണം, നല്ല നാടകങ്ങൾ കളിക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെടാ, ഞാൻ വിളിക്കാം. സാറേ, സാറേ നമ്മുടെ നാടകത്തില് മാഷെ നമ്മുടെ നാടക സ്ക്രിപ്റ്റ് വന്ന് ഗുരുവന്ദനം. അപ്പൊ തുടങ്ങാം. രംഗം 2. തുക്ലക്കും ഇളയമ്മയും. എവിടാ നടി? എവിടെ? എടാ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന നടി എവിടെ? ഇളയമ്മ എവിടെ? പക്ഷെ നമ്മുടെ നാടകത്തിൽ അഭിനയിക്കുന്ന രജനി വരൂലെന്ന്. വരില്ല. എന്താണ് പ്രശ്നം? സാറേ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് പെട്ടെന്ന്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട, ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. ഈ നാടകത്തിൽ അഭിനയിക്കുന്ന നടി എവിടെ? ഇളയമ്മ എവിടെ? രജനി എവിടെടാ? ബഷീർ എവിടെടാ? സംഘാടകൻ ബഷീർ. ബഷീറെ നടി എവിടെ? എടാ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന നടി എവിടെ? വരില്ലേ? എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? സാർ വഴക്ക് പറഞ്ഞത് അവൾക്ക് ഫീൽ ചെയ്തത്. ഞാൻ വഴക്ക് പറഞ്ഞത് അവൾക്ക് ഫീൽ ചെയ്തു. പിന്നെ മാത്രല്ല ഈ നാടകത്തിൽ നല്ല നടിക്കുള്ള സ്കോപ്പ് ഇല്ല. നല്ല നടി. അവളെ നടി എന്നല്ല പറയണത്, എന്റെ കൂടെ പറയിക്കുന്നത്. എടാ ഈ നാടകം എങ്ങനെ കളിക്കും? വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ ഈ നാടകം കളിക്കാൻ. ഇനി ബാക്കി എങ്ങനെ കളിക്കും? നിങ്ങൾ ആളെ വിളിച്ച് വെറുതെ അപമാനിക്കുക? അല്ലെങ്കിൽ നാട്ടിലത്തെ വേറെ പണിയിലായിട്ടാ? എടാ നിങ്ങളുടെ അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്ന ഒരാളാണോ ഞാൻ? അതെ. എടാ ഏറ്റവും നല്ല സംവിധായകനുള്ള മഹീന്ദ്ര അവാർഡ് 3 തവണ ഈ കൈയിലിട്ട് അമ്മാനമാടിയ സംവിധായകനാണ് ഞാൻ. ആ എന്നോടാ കളി. മഹീന്ദ്ര അവാർഡ് എന്താടാ? എന്താ നീ എന്താടാ പറഞ്ഞേ? സാറിന് ഒരുപാട് കപ്പിട്ടിട്ട് പറയാം സാറേ. നീ കളിക്കല്ലേ, കളി കുറച്ച് കൂടുതലാ. ഞാൻ സംവിധാനം ചെയ്യുമ്പോ അതിന്റെ ഇടക്ക് കയറി നിന്റെ ഒരു സംവിധാനം. നീ നിന്റെ ഡയലോഗ് പഠിച്ചോ? സാറേ എല്ലാവരും ഡയലോഗും ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഡയലോഗും പഠിക്കാൻ നിന്നോടാണ് പറഞ്ഞത്. നിന്റെ ഡയലോഗ് നീ പഠിക്കാം. ആരടാ ചിരിച്ചത്? സാറേ സുബ്രൻ സാറേ. വാടാ വാടാ വാടാ. അല്ല സാർ ഞാനത് വെറുതെ ചിരിക്കടാ ചിരിക്കടാ ചിരിക്കടാ. എന്താടാ മതിയാടാ? എനിക്ക് മതിയാടാ. എന്റെ മേലിൽ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്റെ ചിരി പാടില്ല, മനസ്സിലാടാ? എനിക്ക് നീ ആർക്കെങ്കിലും ചിരിക്കണമെന്ന് തോന്നുമ്പോ
എന്നോട് പറഞ്ഞ ഞാൻ ചിരിപ്പിച്ചേടാ, ഞാൻ ചിരിപ്പിച്ചേടാ. ബഷീർ എരീപ്പ് എന്ത് ചെയ്യും? ബഷീർ എരീപ്പ് എന്ത് ചെയ്യും? നടിയില്ലാതെ എങ്ങനെ ജന്മിച്ച് നാടകം കളിക്കും? പറ. ഞാൻ നാളെ തന്നെ ഒരു നടിയെ കണ്ടെത്താം. നമുക്ക് റിഹേഴ്സൽ പറയാം. നീ പറയുമ്പോ ഞാൻ റിഹേഴ്സൽ തുടങ്ങണം. നീ പറയുമ്പോ ഞാൻ റിഹേഴ്സൽ തുടങ്ങണം. ഞാൻ നിന്റെ ബാല്യക്കാരനാ, ഞാൻ നിന്റെ വേലക്കാരനാ. പറ്റില്ലടാ, പറ്റില്ല. നാടകം കളിക്കുന്ന പ്രശ്നമില്ല, നടിയില്ലാതെ നാടകം ചെയ്യുന്ന പ്രശ്നമില്ലടാ. നിങ്ങൾ എന്ത് വേണം ചെയ്തു, എന്ത് വേണം ചെയ്തു. കുറെ നാടകം കളിക്കാൻ മെനക്കെടുത്തു. അളിയാ അപ്പം നടി രജനി പറഞ്ഞ കറക്റ്റ് ആയി അല്ലേ അളിയാ? എന്താടാ നടി രജനി എന്താടാ പറഞ്ഞത്? നടി രജനി എന്താ പറഞ്ഞത്? അല്ല സാറേ, അവളെ ഈ ക്യാമ്പിൽ നിന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അവളില്ലെങ്കിൽ കോപ്പാണ് നാടകം നടക്കുന്നത്. പിന്നെ അവളെ ഭർത്താവും കൂടെ ഈ നാടകത്തിനെ പൊട്ടിക്കാൻ വേണ്ടി വേറെ നാട് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അവർ രണ്ടുകൂടെ വെല്ലുവിളിച്ചാണ് ക്യാമ്പിൽ നിന്ന് പോയത്. അവരില്ലാതെ ഈ നാടകം നടക്കൂലെന്ന്. പിന്നെ അതല്ല മാഷെ നാടകത്തിൽ അവലേക്ക് അവളെ പട്ടി വരുന്നു. അത് മാത്രമല്ല മാഷെ, സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് യു.എ. സാറ് നാട്ടിലേക്ക് എത്തൂലെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവൾ അങ്ങനെ പറഞ്ഞില്ലടാ, അവൾ അങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല മാഷെ, മാഷിന് കൂറ സംവിധാനമാണ്. എന്ത് സംവിധാനടാ? കൂറ സംവിധാനമാണ്. ഓ അവൾ അങ്ങനെ പറഞ്ഞില്ലടാ ബഷീറെ, അവൾ അങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു. കാണിച്ചടാ, ഞാൻ ആരാന്ന് കാണിച്ചത്. ഞാൻ ആരാ? എന്നോടാ കളി, എന്നോടാടാ കളി. കാണിച്ചത് ബഷീറെ, എടാ അവളെ പോന്നെങ്കിൽ പോട്ടടാ. അവളും അവനെ ഡ്രൈവറും പോന്നെങ്കിൽ പോട്ടെ. അത് രണ്ടും കണക്ക്. നമ്മൾ ഈ നാടകം ചെയ്യും, നമ്മൾ ഈ നാടകം ചെയ്യും. നടിയില്ലാതെ ഈ മത്സരത്തിൽ നമ്മൾ ഈ നാടകം ചെയ്യും. വളരെ സ്ട്രോങ് ആയിരുന്നു. റെഡിയല്ലേ? ഓക്കെടാ, അപ്പൊ തുടങ്ങാം. സ്ക്രിപ്റ്റ് വന്ന് ഗുരുവന്ദനം. മാഷേ കഴിഞ്ഞു മാഷേ. രംഗമഞ്ച് അധികാരത്തിന്റെ സിംഹാസനം നിലനിർത്താൻ തുഗ്ലക്ക് തന്ത്രപൂർവ്വം പുരോഹിതൻ ഇമാമുദ്ദീനെ വധിക്കും. ഇതറിഞ്ഞ ഡൽഹിയിലെ പ്രമുഖന്മാർ സാമ്പൻ ഷാ എന്ന രാജകുമാരൻ ഷിഹാബുദ്ദീനുമായി ചേർന്ന് ഒരു ഗൂഢാലോചന. രംഗം ദില്ലിയിലെ ഒരു ഭവനം. അവിടെ സാമ്പൻ ഷാ എന്ന രാജകുമാരൻ ഷിഹാബുദ്ദീനും സർദാർമാരും സയ്യദ്മാരും അമീർമാരും ചേർന്ന് ഒരു രഹസ്യയോഗം ചെയ്യും. അതാണ് സീൻ. ഓക്കെ ഓക്കെ തുടങ്ങാം.
കണ്ടിന്യൂസ് ആയിരുന്നു. ഓക്കെ, ആരാക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? റെഡി, സ്റ്റാർട്ട്, മ്യൂസിക്. എടാ, ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞതല്ലേ കഴുതേ. എടാ, ഇങ്ങനെ ഡയലോഗ് പറയാ. ഞാനുള്ളത് തുറന്നു പറയും, ഞാനുള്ളത് തുറന്നു പറയും. ശബ്ദം നാഭിയിൽ നിന്ന് വേണം, ശബ്ദം നാഭിയിൽ നിന്ന് വേണം. ഉറക്കത്ത് പറ. മ്യൂസിക്. ഞാനുള്ളത് തുറന്നു പറയും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം. എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ദില്ലിയിൽ ഞാനൊരു അന്യനാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മാത്രമല്ല, ദില്ലിയിലുള്ളവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതാണ് ഇവിടുത്തെ അന്തരീക്ഷം. പുറമേ നിന്നുള്ള ആരെങ്കിലും അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്തുള്ള നേതൃത്വം? ഈ കാര്യം നിലനിൽക്കുക. അദ്ദേഹം എന്തിനാണ് നമ്മെ തവണ തപാലിലേക്ക് അയക്കുന്നത്? നിങ്ങൾ അതേപറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. അമീരന്മാരെ ദുർബലരാക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിപാടി. ഡൽഹിയിൽ ഞങ്ങൾ ശക്തരാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. ദൗലത്താബാദാവിന്റെ ഒരു ഹിന്ദു നഗരം. ഞങ്ങൾ അവിടെ നിസ്സഹായരായിരിക്കും. ഞങ്ങൾ അദ്ദേഹത്തിന് ചെരുപ്പ് നക്കേണ്ടി വരും. പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ തലസ്ഥാനത്തുണ്ടായിരിക്കേണ്ടവരാണ്. ദില്ലിയിൽ എന്താണ് സംഭവിക്കാൻ നോക്കൂ. ഇവിടെ എന്ത് ചെയ്യാനും നികുതി കൊടുക്കണം. ചൂത് കളിക്ക് പോലും നമ്മൾ എങ്ങനെ ചെയ്യിക്കും? നികുതി കൊടുക്കാത്തവരാണ് ചതിക്കാൻ പോലും സാധ്യമില്ല ഇവിടെ. പക്ഷെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? വിദ്യാലയങ്ങളും ആശുപത്രികളും രാജവീതികളും മറ്റും നിർമ്മിച്ചിട്ടില്ലേ? പണം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അത് നല്ല വഴിക്ക് സംഭരിച്ചുകൂടെ? നിയമം 4 തരത്തിലുള്ള നികുതിയാണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പറഞ്ഞോളൂ, എന്നെ കണക്കിലെടുക്കണ്ട. ഷിഹാബ് വന്നതുകൊണ്ട് ഞാനും കൂടി വന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലെന്ന് കരുതിക്കോളൂ. ശരി, അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ മേൽ നികുതി വെത്താം. ജിസ്യ നികുതി അത് അനുവദിച്ചിട്ടുമുണ്ട്. എല്ലാ അന്യമതം നൽകേണ്ടതായിട്ടുമുണ്ട്. അദ്ദേഹം പറയാണ് മറ്റു മതക്കാരെല്ലാം നമ്മുടെ സഹോദരന്മാരാണെന്നാണ്. വരൂ രത്തൻ സിംഗ്, നമുക്ക് പോകാം. ഇത് ഞാൻ വിചാരിച്ചതൊരു പ്രശ്നമാണ്. സുൽത്താന്റെ വസ്ത്രത്തിൽ തൊടാൻ അർഹത പോലും ഇവർക്കില്ല. ശിഹാബുദ്ദീൻ, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് യാചിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കുന്നു. ശംസുദ്ദീൻ, അങ്ങേപോലെ ഒരു വിശുദ്ധൻ ഈ കൂട്ടത്തിൽ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏതെങ്കിലും ഒരു പള്ളിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് ഞാൻ. രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികളിൽ ഞാൻ ഇടപെടാൻ പാടില്ല. എനിക്കതറിയാം. എന്റെ ജീവിതം അങ്ങനെയാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അല്ലാഹു എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഷിഹാബ്, തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് അല്ലാഹു. സ്വേച്ഛാധിപത്യം വിശ്വാസികളെ ചവിട്ടി മെതിക്കുമ്പോ എനിക്ക് എങ്ങനെ എന്റെ പാളത്തിൽ ഒളിച്ചിരിക്കാൻ കഴിയും? നമ്മുടെ നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? തടവിലാണ്. നാട് കടത്തപ്പെട്ടിരിക്കുന്നു. എനിക്കറിയാം. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ കൈയെടുത്തു. ജനങ്ങളെ പറ്റി ആകുലപ്പെടുന്നത് ഇത്ര അധിക്ഷേപാർഹമാണ്. തന്നെ കുറിച്ചും തന്റെ കുടുംബത്തെ കുറിച്ചും സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? എനിക്കതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് സുൽത്താൻ കുറ്റക്കാരനാണെങ്കിൽ ദില്ലി നിവാസികൾക്ക് മുഴുവൻ ആ കുറ്റത്തിൽ പങ്കുണ്ട്. ദില്ലിയിലെ ആ സംഭവത്തിന് ശേഷം മരണമാണ് ഭേദമെന്ന് അദ്ദേഹം കരുതിയതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അതിനു മുമ്പ് നടന്ന അണിയറ നീക്കങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞുകൂടാ? അണിയറ നീക്കങ്ങൾ? അതെ, അണിയറ നീക്കങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ദില്ലി നിവാസികളെ മുഴുവൻ സുൽത്താൻ ക്ഷണിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അന്നുച്ചയ്ക്ക് പട്ടാളക്കാർ ഓരോ വീടുകളിലും കയറിയിറങ്ങി യോഗത്തിനെത്തുന്നവർക്ക് ഭീകരമായ അനന്തര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. സുൽത്താൻ ഇക്കാര്യം അറിയാമോ? അദ്ദേഹത്തിന്റെ കൽപ്പനയായിരുന്നു. സുൽത്താൻ അദ്ദേഹവും വലിയ പള്ളിക്ക് മുൻപിൽ ശൂന്യമായ സമ്മേളന സ്ഥലത്തേക്ക് നോക്കി തന്റെ ക്ഷോഭം പ്രകടിപ്പിച്ചുകൊണ്ട്
പട്ടാളക്കാർ തെരുവീഥികളിൽ പതിയിരുന്ന് യോഗത്തിനെത്താൻ ശ്രമിക്കുന്നവരെ നേരിടുകയായിരുന്നുവെന്ന് അങ്ങേക്കറിയുമോ? നിങ്ങളത് വിശ്വസിക്കില്ല എങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. വലിയ പള്ളിയിലേക്ക് പോകാൻ ശ്രമിച്ചതിന് എനിക്ക് കിട്ടിയത് ഇതാണ്. എന്നെ പോലൊരു വൃദ്ധനോട് വേറെ ആരിത് ചെയ്യും? നമുക്കിപ്പോൾ തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സൈന്യം ഇപ്പോഴും ദുർബലവും അസംഘടിതവുമാണ്. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുകയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഞങ്ങൾക്കെതിരെ പൊരുതുകയില്ലെന്നെങ്കിലും വാക്ക് തരുമോ? നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഷിഹാബുദ്ദീൻ. വിശ്വാസികൾ അങ്ങയുടെ സഹായം ആവശ്യപ്പെടുന്നു. ഞങ്ങളെ രക്ഷിക്കൂ ഷിഹാബുദ്ദീൻ. ഞാനൊരു പദ്ധതി പറയാം. എന്താണ്? സുൽത്താന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ അയാളൊരു ഭ്രാന്തനാണ്. എല്ലാ വിശ്വാസികളും ദിവസം 5 തവണ പ്രാർത്ഥിക്കണമെന്ന് അയാൾ കൽപ്പിച്ചിട്ടുള്ളതല്ലേ? അങ്ങനെ ഒരു നന്മ മാത്രമേ അദ്ദേഹത്തിന് ബാക്കിയുള്ളൂ. പട്ടാളക്കാർ പോലും പ്രാർത്ഥിച്ചേ മതിയോ? മാത്രമല്ല, പ്രാർത്ഥനാ സമയത്ത് ആയുധം ധരിക്കാൻ അവർക്ക് അനുവാദവുമില്ല. എന്ന് വെച്ചാൽ പ്രാർത്ഥനാ സമയത്ത് കൊട്ടാരത്തിൽ ആരുടെ പക്കലും ആയുധം കാണുകയില്ല എന്നർത്ഥം. ഒരു ഹിന്ദുവിന് അക്കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂ? ഇവിടെയുള്ള അമീറന്മാർ രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യാനായി അടുത്ത ചൊവ്വാഴ്ച സുൽത്താനെ കാണുന്നു. പ്രാർത്ഥനാ സമയം വരെ നിങ്ങൾ യോഗം നീട്ടണം. അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കുക. ഒരു 100 പട്ടാളക്കാരെ വിലയിൽ നിർത്തിയിരുന്നാൽ മതി. പ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് വിളിയാണ് ആക്രമിക്കാനുള്ള സൂചന. ഒന്നാം തരം പദ്ധതി. പക്ഷേ പ്രാർത്ഥന സമയത്ത് ഒരാളെ കൊല്ലുക, അതും ഒരു വിശ്വാസിയെ. ഒരു മർദ്ദകനെ വിശ്വാസിയായി പരിഗണിക്കേണ്ടതില്ല. മാത്രമല്ല, പ്രാർത്ഥനാ സമയത്ത് സ്വന്തം പിതാവിനെ കൊന്നിട്ടുള്ളതുമാണ് അയാൾ. അത് ശരി തന്നെ. പക്ഷേ എന്റെ പദ്ധതി ഇതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേറെ ആലോചിച്ച് കണ്ടുപിടിച്ചുകൊള്ളൂ. നമ്മൾ കൊട്ടാരത്തിലേക്ക് ആയുധങ്ങൾ ഒളിച്ചു കടത്തേണ്ടിയിരിക്കുന്നു. അത് സാധിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും ഉറപ്പുണ്ട്. ഇതൊരു ഒന്നാം തരം പദ്ധതിയാണ്. നടപ്പാക്കാൻ എളുപ്പവും. ഇല്ല, നമുക്കതിന് കഴിയില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥനാ സമയം കളങ്കപ്പെടുത്തിക്കൂടാ. അത് പരിശുദ്ധമായ സമയമാണ്. ഒരു വിശ്വാസിയുടെ രക്തം കൊണ്ട് അത് പങ്കിലമായിക്കൂടാ. അക്കാര്യം നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം. പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ. പ്രാർത്ഥന പ്രായശ്ചിത്തമാവില്ല. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വിശ്വാസികളെ രക്ഷിക്കാനാണ്, അവർ മുറിപ്പെടുത്താനല്ല. ആവേശം കുറയ്ക്കൂ. അന്തിമമായ വിജയം വിശ്വാസിക്ക് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇത് അനുവദിക്കാൻ കഴിയില്ല ശിഹാബ്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ വിവേകമുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. ഈ ദൈവദ്രോഹം നിങ്ങൾ അനുവദിക്കരുത്. വിശ്വാസികളോട് ഇത് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. പ്രാർത്ഥനാ സമയത്ത് മാത്രമേ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങാണ്. ഒരു പ്രാർത്ഥന തടസ്സപ്പെട്ടാൽ ദൈവം അത് സാരമാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, നമുക്ക് കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വളരെ കരുതലോടുകൂടി നമ്മളിത് ചെയ്യണോ? നമ്മളിത് ചെയ്യണോ? ഞാനും ഇത് തന്നെയാ ചോദിക്കുന്നത്. നമ്മൾ ചെയ്യണം. എടാ, ഈ നാടകം നമ്മൾ ചെയ്യണം. ചെയ്യണം. എടാ, ഒരു പെരിച്ചാഴിനെ കൊല്ലുന്ന ഗൂഢാലോചനയല്ല ഇത്. മനസ്സിലായി? ലോകത്തിലെ ഏറ്റവും നിഷ്ഠുരനും ക്രൂരനും ഭ്രാന്തനുമായ തുഗ്ലക്കിനെ വധിക്കാനുള്ള ഗൂഢാലോചന. അതാണ് നമ്മൾ ഇപ്പൊ കാണിച്ചത്. മനസ്സിലായ? നീ എന്താ പ്രതിമയാണ്? കയ്യല്ലിങ്ങനെ മുറുക്കെ പിടിച്ച് ഞരമ്പിൽ നീ തലകുലുക്കും ബൊമ്മ. എടാ, തലകുലുക്കും ബൊമ്മ. ആ മീകരണോട് കീറുവശന്നുണ്ടല്ലോ.
സെലിബ്രേഷൻ ഓഫ് ഹ്യൂമൻ എനർജി ആൻഡ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യോർജത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ ആഘോഷമാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. കുറെ പ്രവാസികൾ നാടകം കളിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങി. അറിയില്ലെങ്കിൽ മതിയാക്കണ പോ. ഈ നാടകം ആരാ എഴുതിയെന്നറിയാം നിനക്ക്? സാർ സുഭാഷ് കർണാടക അല്ലേ? നിന്റെ അച്ഛൻ സുഭാഷ് കർണാടക, ഗിരീഷ് കർണാടക, ലോകത്തിലെ ഏറ്റവും പ്രശസ്ത നാടകകൃത്തും നടനും സംവിധായകനുമായ ഗിരീഷ് കർണാടക. അദ്ദേഹം എഴുതാ ഈ നാടകം. ആരെ? ഗിരീഷ് കർണാടക, തമിഴ്നാട്. ഗിരീഷ് തമിഴ്നാടടാ. എന്തിനായി വയ്യാത്ത പണിക്ക് നടക്കുക? എന്തിന്? നാടകം കളിക്കാൻ വേണ്ടി. ഒന്നുകൂടി തുടങ്ങും. മ്യൂസിക്. ഞാനുള്ളത് തുറന്നു പറയും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ദില്ലിയിൽ ഞാൻ ഒരു അന്യനാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മാത്രമല്ല ദില്ലിയിലുള്ളവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതാണ് ഇവിടെ. റിയാസ്, രാകേഷ്, സാറേ ഇവർ വാളുകൊണ്ടിനെ ചന്തികുത്തി. അരമണ്ഡലം, അരമണ്ഡലം. അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മാത്രമല്ല ദില്ലിയിലുള്ളവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതാണ് ഇവിടുത്തെ അന്തരീക്ഷം. പുറമേ നിന്നുള്ള ആരെങ്കിലും അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കും. എന്തിനുള്ള നേതൃത്വം? ഈ കാര്യത്തിൽ എടുക്കുക. അദ്ദേഹം എന്തിനാണ് നമ്മെ ദൗലത്താബാദിലേക്ക് അയക്കുന്നത്? നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. അമീറന്മാരെ ദുർബലരാക്കാനാണ് അദ്ദേഹത്തിന്റെ പരിപാടി. ഡൽഹിയിൽ ഞങ്ങൾ ശക്തരാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. ദൗലത്താബാദാകട്ടെ ഒരു ഹിന്ദു നഗരം. ഞങ്ങൾ അവിടെ നിസ്സഹായരായിരിക്കും. ഞങ്ങൾ അദ്ദേഹത്തിന് ചെരുപ്പ് നക്കേണ്ടി വരും. പുകയിഷ്ടമല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ തലസ്ഥാനത്തുണ്ടായിരിക്കേണ്ടവരാണ്. നീ തലസ്ഥാനത്തേക്ക് പോ. ദില്ലിയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ എന്ത് ചെയ്യാനും നികുതി കൊടുക്കണം. ചൂത് കളിക്ക് പോലും നമ്മളെങ്ങനെ ജീവിക്കും? നികുതി കൊടുക്കാതെ ഒരാളെ ചതിക്കാൻ പോലും സാധ്യമില്ല ഇവിടെ. പക്ഷെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? വിദ്യാലയങ്ങളും ആശുപത്രികളും രാജവീതികളും മറ്റും നിർമ്മിച്ചിട്ടില്ലേ? പണം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അത് നല്ല വഴിക്ക് സംഭരിച്ചുകൂടെ? നിയമം 4 തരത്തിലുള്ള നീതിയാണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പറഞ്ഞോളൂ, എന്നെ കണക്കിലെടുക്കണ്ട. ഷിഹാബ് വന്നതുകൊണ്ട് ഞാനിവിടെ വന്നേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലെന്ന് കരുതിക്കോളൂ. ശരി, അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ മേൽ നികുതി കൊടുത്താം. കുമാർജി, go to your position. ഒരു അരമണ്ഡലം. അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ മേൽ നികുതി കൊടുത്താം. അത് അനുവദിച്ചിട്ടുമുണ്ട്. എല്ലാ അന്യമാസത്തിനും അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയണം മറ്റു മതക്കാരുള്ള നമ്മുടെ സഹോദരന്മാരാണ്. നമുക്ക് പോകാം. ഇത് ഞാൻ വിചാരിച്ചതിന് മോശമാണ്. സുൽത്താന്റെ വസ്ത്രത്തിൽ തൊടാൻ അറിയാൻ പോലും കേൾക്കില്ല. ഇത് ഞാനും വിചാരിച്ചതിനേക്കാൾ വർഷം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാടകം തുഗ്ലക് നിങ്ങൾ കളിച്ച് കൊളാക്കും, കൊളാക്കും, കൊളാക്കും. ഒന്നുകൂടെ ഒന്ന് തുടങ്ങൂ. സംവിധാനം ചെയ്യാൻ വന്ന എന്നെ വരുന്നു. മ്യൂസിക്. ഡയലോഗ് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. ഞാനുള്ളത് തുറന്നു പറയും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കാര്യം. എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ദില്ലിയിൽ ഞാൻ ഒരു അന്യനാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മാത്രമല്ല ദില്ലിയിലുള്ളവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതാണ് ഇവിടുത്തെ അന്തരീക്ഷം. പുറമേ നിന്നുള്ള ആരെങ്കിലും അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. എന്തുള്ള നേതൃത്വം? ഈ കാര്യം തന്നെ എടുക്കുക.
അദ്ദേഹം എന്തിനാണ് നമ്മെ ദൗളത്താബാദിൽ കേൾക്കുന്നത്? നിങ്ങൾ അതേപറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാം, അമീറന്മാരെ ദുർബലരാക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിപാടി. ദില്ലിയിൽ ഞങ്ങൾ ശക്തരാണ്, ഇത് ഞങ്ങളുടെ നാടാണ്. ദൗളത്താബാദാകട്ടെ ഒരു ഹിന്ദു നഗരം. ഞങ്ങൾ അവിടെ നിസ്സഹായരായിരിക്കും. ഞങ്ങൾ അദ്ദേഹത്തിന് ചെരുപ്പ് നക്കേണ്ടി വരും. എന്താടാ ഇതിന്റെ ഡയലോഗ്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചെരുപ്പ് നക്കേണ്ടി വരും. ചെരുപ്പ് നക്കേണ്ടി വരും. എടാ, കാലിനടിയിൽ ഇടുന്ന ചെരുപ്പ് നക്കേണ്ടി വരും. എടാ, ആ ഡയലോഗ് പറയുമ്പോൾ നമുക്കൊരു ഫീൽ വേണം. വേണ്ടേ? വേണ്ടേ? ചെരുപ്പ് നക്കേണ്ടി വരും. നീ ചെരുപ്പ് നക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അനുഭവം ഉണ്ടാവണം. ഒരു ആക്ടർക്ക് അനുഭവം ഉണ്ടാവണം. അതെനിക്കില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ചെരുപ്പ് നക്കട. സാറേ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം സാറേ. ചെരുപ്പ് നക്കട. അല്ല സാറേ, ഞാൻ ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഞാൻ നിന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ചെരുപ്പ് നക്കിയ അനുഭവം വരുത്തണം. സാറേ സാറേ ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സാറേ ചെരുപ്പ് നക്കട. സാർ ഞാൻ പറഞ്ഞു. ചെരുപ്പ് നക്കട. ചെരുപ്പ് നക്കട. ബാക്ക് ബാക്ക് ബഷീറെ ബാക്ക് ബാക്ക്. ചെരുപ്പ് നക്ക. ചെരുപ്പ് നക്കട. ചെരുപ്പ് നക്കട. അതാണ് ഒരു ആക്ടർക്ക് അനുഭവം. ഒരു ആക്ടർക്ക് അനുഭവം ഉണ്ടാവണം. ബാക്ക് ബാക്ക്. എടാ, എന്റെ അച്ഛൻ ചത്ര കരയാ. നിന്റെ അച്ഛൻ ചത്രടാ. നട എന്ന് പറഞ്ഞാൽ അനുഭവം ഉണ്ടാവണം. ലോകത്തിലെ എല്ലാ കലാകാരന്മാരും കലാകാരന്മാരായത് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചതാണ്. ഒരു കലാകാരന്റെ യാത്രയിൽ പൂവുകളും മുള്ളുകളും ഉണ്ടാകും. പക്ഷെ പൂവുകൾ നമുക്ക് ഈസി ആയിട്ട് ചവിട്ടി പതിച്ചങ്ങ് പോകാം. പക്ഷേ മുള്ളുകൾ അവ ചവിട്ടുമ്പോ വേദനിക്കും, ചോരക്കിനി. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ കലാകാരന്മാരും ഉണ്ടായത്. അത് മനസ്സിലാക്കി. നാളെ സുനിൽ ഒരു വലിയ ആക്ടറാണ്. അവന് അനുഭവമുണ്ട്. അനുഭവം ഹലോ. എടാ, ഞാൻ ക്യാമ്പിലാണ്. എന്ത് നടന്മാരുടെ കഴുതകൾ, തെണ്ടികൾ, ഒന്നിനും കൊള്ളാത്തവർ. വെറുതെ നാടകത്തെ പറഞ്ഞിട്ട് ഇങ്ങനെ നാട് കുടിക്കാൻ വേണ്ടി നടക്കും. എന്തൊക്കെ ഡയലോഗായിരുന്നു. ഡയറക്ടറെ ഒലത്തും പട്ടാമ്പി സ്ഥാനത്ത് അന്വേഷിച്ചാൽ മതി. കേട്ടേ നക്കീലേ മറ്റേ പരിപാടി പോയ ബഷീർക്കാം. ശമക്കല്ലോ രാത്രി ഉണ്ട്. ഒന്നും മിണ്ടായിരിക്കടാ. സാരല്ലോ. നീ എന്നോട് ബഷീറായി പറയണത്? സാരല്ലെന്നാ അയാൾ പറഞ്ഞിട്ട് പോയാട്ടാ. നമ്മളൊക്കെ തെണ്ടികളും ചെറ്റളാണെന്ന് കിഴങ്ങന്മാരാണെന്ന്. അയാൾ അച്ഛനാണ് കിഴങ്ങൻ, നമ്മളൊന്നുമല്ല. ഇവിടെ കോപ്പിലെ ഡയറക്ടർ. ഒന്ന് കൂളാവടാ, ഒന്ന് കൂളാവും. ബഷീറേ, എന്തോന്നറിയ തമാശ. ചെരുപ്പ് ഞാൻ നാടക സമ്മേളനം ചെയ്തിട്ടില്ലേ? നമ്മുടെ നാടക സമ്മേളനം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സംഘാടന ചെരുപ്പ് വെക്കണം. എത്ര തവണ? ഇതിപ്പം അയാളുടെ ചെരുപ്പ് നമ്മളെ കൊണ്ട് മൊത്തമായിട്ട് നക്കിക്കും. ഡേയ്, എന്തോന്ന് കളിയത്? ഒരുമാതിരി പുതുമ ഉണ്ടാക്കരുത് കേട്ടാ. നടക്കൂല ബഷീറത്. നമ്മളെന്താ ചെയ്യാ? ഞാനെന്ത് ചെയ്യണം? ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുക്കണം. എന്നിട്ട് അവന്റെ ആര് കിട്ടിയ നിങ്ങൾ എല്ലാരും കൂടെ ബഹളം കുട്ടിയായി നാടാൻ നടക്കണ്ടേ? എന്നാ ബഹളം മാത്രം നടന്നാ മതിയോ? ഞാനെന്താ ചെയ്തതിനെ? ടൈറ്റ് മത്സരം വരാൻ പോണേ. എല്ലാം ടൈറ്റ് ചെയ്യാൻ ഇത് നേരത്തെ പ്രതികരിക്കണ്ടേ? ഇവിടെ ഡയലോഗ് അടിക്കാൻ നേരമില്ല. എപ്പോഴാണ് പ്രതികരിക്കുക? നീ ചെരുപ്പ് നക്കി, ഞാൻ നക്കി പോലല്ലോ.
നമ്മളൊരു നടിക്ക് വേണ്ടി പെടാപാട് വിടുക. ഈ സമയത്ത് നീ കൂടെ പോയ പിന്നെ നമ്മൾ എന്താ ചെയ്യാം? എനിക്ക് എന്തായാലും പ്രശ്നം നിങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നം ബഷീർക്ക് അതാണ് നായ നമ്മളെ കണ്ണടിച്ചു കുടിക്കാൻ ഉണ്ടായിരിക്കും. നമുക്ക് റിഹേഴ്സലും തുടങ്ങാം. ഈ പറഞ്ഞ കേട്ടേട്ടാ റിഹേഴ്സൽ തുടങ്ങും. ഷിഹാബുദ്ദീൻ രംഗം 6. ലോകത്തിലെ ഏറ്റവും നിഷ്ഠുരനും ക്രൂരനും ഭ്രാന്തനും ബുദ്ധിമാനുമായ തുഗ്ലക്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായത് അദ്ദേഹവും ശത്രുക്കളും ചേർന്ന് അശുദ്ധമാക്കിയ ആ പ്രാന്തൻ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഇഷ്ടത്തോഴനുമായ ഷിഹാബുദ്ദീൻ സുൽത്താനെ വധിക്കാൻ ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്യുന്ന രത്തൻ സിംഗ്, നിന്റെ ദത്ത് സഹോദരൻ. നീ അവസാനം ഷിഹാബുദ്ദീനെ ഒറ്റിക്കൊടുക്കും. ഓക്കെ, തുടങ്ങാം. Music. ദേഷ്യപ്പെടാതിരിക്കുന്ന നജീബ്. അല്ലാഹുവിന്റെ സ്തുതി. കായ വിചാരത്തിന് അമേനമാർത്തിയിരിക്കുന്നു. അകത്തേക്ക് വരാൻ പറയൂ. അല്ലാഹുവിന്റെ സ്തുതി. വരൂ 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 വരൂ. അല്ലാഹുവിന്റെ സ്തുതി. വരൂ. അല്ലാഹുവിന്റെ സ്തുതി. വരൂ. അല്ലാഹുവിന്റെ സ്തുതി. ഇരിക്കൂ. നിങ്ങളെല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. കാര്യാലോചന നമുക്ക് വേഗം കഴിക്കേണ്ടിയിരിക്കും. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നാം പള്ളിയിൽ എത്തിച്ചേരാമെന്ന് ഇമാമിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര സമയം ലഭിച്ചു എന്ന് വരില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഉന്നയിക്കാനുണ്ടോ? ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റരുതെന്ന് അങ്ങയോട് യാചിക്കാണ്. ഞാൻ ദില്ലിക്കാരനല്ലാത്തതിനാൽ എനിക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ദില്ലി നിവാസികൾ ഈ മാറ്റത്തിൽ സന്തുഷ്ടരല്ല. പലരെയും അതിന് ഞാനെന്ത് ചെയ്യണം ഷിഹാബുദ്ദീൻ?
ദില്ലി നമ്മുടെ തലസ്ഥാനമായി തുടർന്നാൽ നമ്മുടെ സാമ്രാജ്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകില്ലെന്ന കാര്യകാരണ സഹിതം നാം ഇവർക്ക് വിശദീകരിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇന്നിന്റെ വെളിച്ചം കാണാൻ കണ്ണു തുറക്കാത്തവർക്ക് നാളെ ഞാൻ എങ്ങനെ കാട്ടിക്കൊടുക്കും? ഇനി നാം അതിനെ കുറിച്ചോർത്ത് കൂടുതൽ സമയം കളയേണ്ടതില്ല. താമസിയാതെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊള്ളും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനായുണ്ട്. അടുത്ത വർഷം മുതൽ നമ്മുടെ സാമ്രാജ്യത്ത് വെള്ളി നാണയങ്ങളോടൊപ്പം ചെമ്പു നാണയങ്ങളും നടപ്പിൽ വരുന്നതായിരിക്കും. ചെമ്പു നാണയങ്ങൾ കൊണ്ട് എന്ത് കാണിക്കാനാണ് പ്രഭു? വെള്ളി നാണയങ്ങൾക്ക് പകരമായി അത് കൈമാറ്റം ചെയ്യണം. ഒരു ചെമ്പു നാണയത്തിന് വെള്ളി നാണയത്തിന്റെ അതേ മൂല്യം ഉണ്ടായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ചെമ്പ് നാണയത്തിന് വെള്ളി നാണയത്തിന് അതേ മൂല്യമുണ്ടെന്ന് എങ്ങനെ കാണാനത്? അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ചൈനയിൽ കടലാസ് നാണയങ്ങൾ നിലവിലുണ്ടെന്ന് ഈയിടെ ഞാൻ അറിഞ്ഞു. ഓർക്കണം, കടലാസ്. എന്നിട്ടും അവിടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. കാരണം ജനങ്ങൾ അത് സ്വീകരിക്കുന്നു. ആ കടലാസ് കഷ്ണത്തിലെ ചക്രവർത്തിയുടെ മുദ്രയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതും അട്ടാണ്. എന്താ ഞാൻ പറയുകയായിരുന്നു, ചെമ്പു നാണയങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന്. എങ്കിലും ഉറക്കെ പറഞ്ഞൂടെ? ജനങ്ങൾ നമ്മെ ഭയപ്പെടുന്നു എന്ന് കരുതി നിങ്ങൾ ആരും എന്നെ അവിശ്വസിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പരിഹസിക്കാം, വിമർശിക്കാം, പക്ഷേ എന്നെ അവിശ്വസിക്കരുത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ആജ്ഞാപിക്കാം. നിങ്ങളുടെ വിശ്വാസം കിട്ടാൻ നാം എന്ത് ചെയ്യണമെന്ന് പറയൂ. ഇന്ത്യയുടെ നല്ലൊരു ഭാവിക്കായി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കൂ, ഞാൻ വിശദീകരിക്കാം. പക്ഷേ എന്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഫലം ഞാൻ കാട്ടിത്തരുന്നത് വരെ ക്ഷമാപൂർവം എന്നോട് സഹകരിക്കൂ. ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ യാചിക്കുന്നു. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്താം. നിങ്ങൾ ആരും എന്നെ കൈവിടരുത്. പക്ഷെ പ്രഭു, രാജൻ ഒരു രാജാവിന് ചേർന്നല്ല, അങ്ങ് ആക്രമിക്കണം. ഞങ്ങളെന്തും അങ്ങേക്ക് വിധേയരായ സേവകരായിരിക്കും. ശിഹാബുദ്ദീൻ, ഇത് നിങ്ങളുടെ മാത്രം വാക്കുകളാണോ, അതോ ശേഷമുള്ളവരും നിങ്ങളോട് യോജിക്കുമോ? തീർച്ചയായും ഞങ്ങൾ അങ്ങേക്ക് വിധേയരായിരിക്കും. യാതൊരു സംശയവുമില്ല. അങ്ങ് ഞങ്ങളെ വിശ്വസിക്കണം. നന്ദി. നിങ്ങൾക്ക് എന്റെ നന്ദി. എങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ നടപടികളിൽ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഈ വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാമോ? വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമാറ് അങ്ങ് ഞങ്ങളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നോ? അല്ലാഹുവിനെ സ്തുതി. പ്രാർത്ഥനയ്ക്കുള്ള സമയമായി പ്രഭു. നമുക്കെല്ലാവർക്കും ഇന്നിവിടെ പ്രാർത്ഥിക്കാം. അല്ലാഹു അക്ബർ.
ഇങ്ങനെ ഊഹിച്ചു? ശരിക്കും ശരിക്കും നിങ്ങൾക്കത് അറിയണമെന്നുണ്ടോ ശിഹാബുദ്ദീൻ? ഇന്നെന്റെ എഴുത്തുമുറിയിൽ ഒരു കത്ത് കിടന്നിരുന്നു. തികച്ചും അസാധാരണമായ ഒരു കത്ത്. അസാധാരണമെന്ന് നാം പറയാൻ കാരണം മറ്റു കത്തുകളെ പോലെ എന്നെ അവഹേളിക്കുന്നതായിരുന്നില്ല. ആ കത്തിൽ പേരെഴുതി ഒപ്പിട്ടിരുന്നു രത്തൻ സിംഗ്. ഞാനിത് വിശ്വസിക്കുമെന്ന് അത് കരുതുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിദ്യയാണിത്. മരിച്ചു കഴിഞ്ഞ ഒരുവനോട് നാം എന്തിന് കള്ളം പറയണം? അയാളെപ്പോഴേ അപ്രത്യക്ഷനായിരിക്കുന്നു, പൊടി പോലും ബാക്കി വെക്കാതെ. ഞാനൊന്ന് ചോദിക്കട്ടെ ശിഹാബുദ്ദീൻ, നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ തിരിഞ്ഞത്? ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അങ്ങേക്കത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകില്ലെന്നോ അതോ നിങ്ങൾക്കത് അറിയില്ലെന്നോ? നിങ്ങൾ നിങ്ങളുടെ കൊലപാതകങ്ങളുമായി മുന്നോട്ട് പോവുക, അതോ നിങ്ങളുടെ കരങ്ങൾ എനിക്കെതിരെ ഉയരുകയെന്നുണ്ടോ? എന്നാൽ ഒന്ന് കഴിഞ്ഞുകൊള്ളൂ, നിങ്ങളുടെ സൂത്രങ്ങൾ കൊണ്ട് എന്നെ അകപ്പെടുത്താമെന്ന് നോക്കണ്ട. നിങ്ങളുടെ ദയയ്ക്കു കീഴെ ചാതൻ അരഞ്ഞു ജീവിക്കാൻ ഞാൻ ആയിരം കൊടുക്കല്ല. എല്ലാ പ്രശ്നങ്ങളും കടാരയുടെ മിന്നലാട്ടത്തിൽ പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. ഈ വിപ്ലവത്തിൽ നിങ്ങൾക്ക് അടിച്ചമർത്താനാവില്ല. എന്റെ പിതാവ് നിങ്ങൾ ആശ്വസിക്കുന്നു. എല്ലാറ്റിനെയും പറ്റി ഞാൻ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ആ കത്തുകളെല്ലാം രത്തൻ സിംഗ് ഞങ്ങൾ അയച്ചു തന്നിട്ടുമുണ്ട്. നിങ്ങൾ എന്നെ ശവം എവിടെ ഒളിപ്പിക്കും? എന്റെ ശബ്ദം എങ്ങനെ മൂടിവെക്കും? കൊല്ലു, എന്നെ കൊല്ലു. പക്ഷേ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുകയില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരൊറ്റ വാക്കുകൊണ്ട് എനിക്ക് നിങ്ങളെ അവസാനിപ്പിക്കാമായിരുന്നു ശ്യാം. പക്ഷേ നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ശ്യാം. നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു
എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു പറാനി? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നവരൊക്കെ വഞ്ചകരായി ചരിത്രത്തിലേക്ക് പോകാൻ ശപിക്കപ്പെട്ടവരാണോ? പറയൂ പറാനി, പറയൂ. ഇനി നമ്മുടെ ദില്ലിയിൽ പ്രാർത്ഥനകളില്ല. ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവരെ കഠിനമായി ശിക്ഷിക്കൂ. എന്റെ തെരുവീതികളിൽ നിന്നും പ്രാർത്ഥനകൾ ഈ നിമിഷം തുടങ്ങി നിശബ്ദമായ കണ്ടു പോകട്ടെ. ഒരടയാളം പോലും ശേഷിക്കാതെ. എന്താണ് ഷിജു ഇത്? എന്താ ഇത്? നീ മെലോ ഡ്രാമ കളിക്കണ? എടാ മെലോ ഡ്രാമ അങ്ങനെയല്ല. ഞാൻ കളിച്ചു മെലോ ഡ്രാമ. ശിഹാബുദ്ദീൻ എവിടെ? കത്തിയെവിടെ? നിന്റെ പൊസിഷൻ നീ അവിടെ ഇരുന്ന് കാണും. എന്റെ എക്സ്പ്രഷൻസ് നീ അവിടെ കാണും. ഓക്കെ? അങ്ങനെ ഊഹിച്ചു? നിങ്ങൾക്കിത് ശരിക്കും അറിയണമെന്നുണ്ടോ ഷിഹാബുദ്ദീൻ? ഇന്നെന്റെ എഴുത്തുമുറിയിൽ ഒരു കത്ത് കിടന്നു. തികച്ചും അസാധാരണമായ ഒരു കത്ത്. അസാധാരണമെന്ന് ഞാൻ പറയാൻ കാരണം അത് മറ്റു കത്തുകളെ പോലെ എന്നെ അവഹേളിക്കുന്നതായിരുന്നില്ല. അതിനിടയിൽ പേരെഴുതി ഒപ്പിട്ടിരുന്നു രത്തൻ സിംഗ്. ഞാനിത് വിശ്വസിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിദ്യയാണിത്. മരിച്ചു കഴിഞ്ഞവരോട് ഞാനെന്തിൽ കള്ളം പറയണം ഷിഹാബുദ്ദീൻ? അയാളെപ്പോഴേ അപ്രത്യക്ഷനായിരിക്കുന്നു, ഒടി പോലും ബാക്കി വെക്കാതെ. ഞാനൊന്ന് ചോദിക്കട്ടെ ഷിഹാബുദ്ദീൻ, നിങ്ങൾ എന്തിനെന്നോട് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അങ്ങേക്കത് മനസ്സിലാവില്ല. എനിക്കത് മനസ്സിലാവില്ലെന്നോ അതോ നിങ്ങൾക്കത് അറിയില്ലെന്നോ? നിങ്ങൾ നിങ്ങളുടെ കൊലപാതകങ്ങളുമായി മുന്നോട്ട് പോവുക, അതോ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കെന്നെ ഉയരുകയില്ലെന്നുണ്ടോ? എന്നാൽ ഒന്ന് കരുതിക്കൊള്ളൂ, നിങ്ങളുടെ സൂത്രങ്ങൾ കൊണ്ട് എന്നെ അകപ്പെടുത്താമെന്ന് നോക്കണ്ട. നിങ്ങളുടെ ദയയ്ക്കു കീഴെ ചാതനാരനു ജീവിക്കാൻ ഞാൻ ആയുധം കൊടുക്കല്ല. എല്ലാ പ്രശ്നങ്ങളും കടാരയുടെ മിന്നലാടത്തിൽ പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. ഈ വിപ്ലവത്തെ നിങ്ങൾ കടിച്ചമർത്താനാവില്ല. എന്റെ പിതാവ് നിങ്ങൾ ആശ്വസിക്കുന്നു. എല്ലാറ്റിനെ പറ്റി ഞാൻ അദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയും. ആ കത്തുകളെല്ലാം രത്തൻ സിംഗ് നിങ്ങൾ അയച്ചു തന്നിട്ടുമുണ്ട്. നിങ്ങൾ എന്റെ ശവം എവിടെ ഒളിപ്പിക്കും? എന്റെ ശബ്ദം എങ്ങനെ മൂടി വെക്കും? കൊല്ലു, എന്നെ കൊല്ലു. പക്ഷേ നിങ്ങൾ ഇത് അവസാനിപ്പിക്കില്ല. ഇത് തുറന്നുകൊണ്ടേയിരിക്കും. ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളെ എനിക്ക് വധിക്കാൻ കഴിയും ഷിഹാബുദ്ദീൻ. പക്ഷേ നിങ്ങൾ ഞാൻ വളരെയധികം നിങ്ങൾ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ഷിഹാബുദ്ദീൻ. നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ഷിഹാബുദ്ദീൻ. ഇണിപ്പിക്കടാ.
എന്തെങ്കിലും ചെയ്യരുത്. എന്തെങ്കിലും ചെയ്യരുത്. ഈ രംഗവേദി എന്റെ രക്തം കൊണ്ട് പങ്കിലാക്കുക. ഇനി അളച്ചിട്ടുണ്ടെങ്കിൽ നാടകം ഒന്നും പറഞ്ഞ് കഴിഞ്ഞില്ല. എന്നാലും എന്റെ പട്ടാമ്പി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്നെ കൊണ്ട് ചെരുപ്പ് നക്കിയപ്പോ വിചാരിച്ച 2 എണ്ണം കൊടുക്കണം, പക്ഷെ അത് ഇത്ര പെട്ടെന്നാവും ഞാൻ കരുതിയില്ല. അതെ അസുല്ലേ, പട്ടാമ്പി നീ പപ്പട കച്ചവടം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തെളിച്ച് കൈ കൊടുക്കും. എന്നിട്ട് നീ റെസ്റ്റ് എടുക്കും. നാടകം മേലോട്ട കളി മാത്രം വേണ്ട. എടാ അങ്ങനെ ചെരുപ്പ് എടുക്കാതെ ഓടുന്നത് കിടക്കണോ? ചെരുപ്പില്ലാതെ ഓടുന്നത്. പോട്ട് പോട്ട് പോട്ട്, വലിയ കലാകാരനല്ലേ? ഒരു കലാകാരന്റെ പാതയിൽ കല്ലും മുള്ളും പൂവൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് ചവിട്ടി മെതിച്ച് അങ്ങ് പോട്ടറാ. സുല്ലേ, ഓ നീ എന്നെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ വലിയ തമാശ. അടുത്ത ചൊവ്വാഴ്ച അടിക്കുന്ന നാടകം ഇത് എങ്ങനെ തോന്നുന്നു തട്ടി കയറ്റും? അല്ല ബഷീറെ, ഈ നാടകം ഞാൻ സംവിധാനം ചെയ്യും. ഒരു കാര്യം ചോദിച്ചേക്കാം, നമ്മളെ കൂട്ടത്തിന് ആരും ആളെ പിടിച്ചിരുന്ന സംവിധാനമൊക്കെ അതിന് പറ്റിയ ആളാരാ നമ്മളെ കൂട്ടത്തില്ലേ? ബിജുവേട്ടനുണ്ടല്ലോ. ബിജുവേട്ടൻ നമുക്ക് കുറെ സംവിധാനം ചെയ്തിട്ടുള്ളതല്ലേ? മണ്ണോ പെണ്ണോ പിന്നെ നാക്കുട്ടി എന്നുണ്ടെങ്കിലേ ചേട്ടാ. നീ അത് ഉറക്കെ പറഞ്ഞത് ബലപ്പീരടാ. അതല്ലടാ സംവിധാനം ബിജു കേൾക്കുന്നില്ല. ഈ നാടകം സംവിധാനം ചെയ്യാൻ പോണം ബിജുവാ. എന്ത് വൈ ഞാൻ നാടകം തന്നെ ചെയ്യട്ടി. ബഷീറ, ഈ നാടകം ഞാൻ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവതരണം, ഏറ്റവും നല്ല സംവിധാനം, ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല നടി, ഞാൻ സമ്മാനിച്ച ഒരു നടി ഭയങ്കര അനുഭവം. പിന്നെ രംഗസജ്ജീകരണം, കംപ്ലീറ്റ് പ്രൈസും നീ സംവിധാനം ചെയ്യുമ്പോ നടി ഉണ്ടാവും. അത് വേണം. പക്ഷേ ഞാൻ സംവിധാനം ചെയ്യുമ്പോഴത്തേക്ക് ഒരു നടി ഭയങ്കര അനിവാര്യമാണ്. അവളുടെ ഒരു ചിരി, അവളുടെ ഒരു നടത്തും, അവളുടെ ഒരു മണവും, ഒരു പെണ്ണെന്ന് പറഞ്ഞ ഒരു നാടകക്യാമ്പിന് ഒരു ഊർജം അല്ലേടാ. ഒരു പെണ്ണെന്ന് പറഞ്ഞ നമുക്ക് ക്യാമ്പില് ഒരു കുളിരല്ലേ എന്റെ മൊത്തം. കഴിഞ്ഞ നാടകത്തിന്റെ സംവിധാനം കൊണ്ട് 30,000 പോയി കിട്ടി. നീ ഇപ്പൊ 60,000 ആക്കണ്ട, മനസ്സിലായോ? എടാ നിനക്ക് കുളിരുണ്ടെങ്കിൽ വല്ല പനഡോളും വാങ്ങിട്ടാ. ബിജുവേട്ടാ ഞാൻ മേടിച്ചു എന്ത് നീ നിന്റെ റോള് മര്യാദക്ക് നന്നാക്കാൻ നോക്കുക. ഇവിടെ ആര് സംവിധാനം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഇവിടെ ഈ നാടകം നീ സംവിധാനം ചെയ്യും. നമ്മുടെ ഈ നാടകം ഷിജു സംവിധാനം ചെയ്യാം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എനിക്ക് ഒരു എതിർപ്പില്ല. ഷിജു പിടിക്കണം. മാപ്പ്. ഇതേതാ മാപ്പ് ചേട്ടാ? സുപ്രസിദ്ധ നാടകരചയിതാവ് എന്റെ മാമ രാജൻ കിഴക്കരെ. മാമ, ഈ മരുഭൂമി മാവിന്റെ മരുമകനെ അംഗീകരിക്കുന്നില്ല മാമ. മാപ്പ് മാമ. ഓടാ പന്നി. ഒരു മാപ്പോയോ? ഷിജു നമുക്ക് തുടങ്ങാം. അതെ, ഒരു മിനിറ്റ്. ഈ സ്ക്രിപ്റ്റ് അയാളുകൊണ്ടൊന്നല്ലേ? ഇത് നമ്മൾ ചെയ്താലും കേസ് കൊടുക്കൂലേ? ഇത് അയാളെന്നല്ല, നീ ഗിരീഷ് കർണാടക. ഇപ്പൊ എന്താണ് പ്രശ്നം? ഡിസൈനാ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും എടുത്ത് സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി. ആ കിടക്കുന്ന എല്ലാ
സാധനം എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് പറഞ്ഞല്ലോ. ആ കിടക്കുന്ന എല്ലാ സാധനം ഇവിടുന്ന് മാറ്റേ. സീൻ നമ്പർ 5 ഗൂഢാലോചന. സുബ്രോ ഈ പരിപാടിയൊന്നും ഞാൻ സംവിധാനം നടത്തില്ല. ശരി തുടങ്ങാം. എന്തോ എന്ത് പറഞ്ഞ പട്ടാമ്പി മനസ്സിലായ? നീ നേരത്തെ എന്ത് സംവിധാനം എന്താ വിളിച്ച? സംവിധായകന്മാരെ സാറേ എന്ന് വിളിക്കണം, എല്ലാവരോടും കൂടിയാ. ശരി തുടങ്ങാം. ഞാനുള്ളത് തുറന്നു പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ദില്ലിയിൽ ഞാനൊരു അന്യനാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. മാത്രമല്ല ദില്ലിയിലുള്ളവർക്ക് പരസ്പരം വിശ്വാസമില്ല. ബഷീറാണേലോന്ന് പറഞ്ഞത്. ബഷീറെ, ഞാനാണ് ഈ നാടകത്തിന്റെ സംവിധായകൻ. എനിക്കറിയാം ആര് എപ്പോ എങ്ങനെ എന്ത് പറയണമെന്ന്. ബഷീർ ഡയലോഗ് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്താ അങ്ങനെ പ്രശ്നം? സ്ക്രിപ്റ്റാ പ്രശ്നം? സ്ക്രിപ്റ്റ് നിങ്ങൾ എല്ലാവരും ഡയലോഗ് പഠിച്ചിട്ടില്ലേ? ബഷീർ പഠിച്ചിട്ടില്ലേ? രാജേഷ് നീ പഠിച്ചിട്ടില്ലേ? ആ റെഡി. സ്ക്രിപ്റ്റ് ഇത് ഞാൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ സ്ക്രിപ്റ്റ് ഇല്ല. ഭരണകാര്യം ഞാനുള്ളത് പറഞ്ഞു പറയും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാരണം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കാര്യം. എനിക്കതുമായി യാതൊരു ബന്ധമില്ല. മാത്രമല്ല ദില്ലിയിൽ ഞാനൊരു അന്യനാണ്. അത് തന്നെയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അയാൾ സംശയിക്കാൻ ഇടയില്ലാത്ത ഒരേ ഒരു വ്യക്തിയാ. രണ്ടേ രണ്ട് ഡയലോഗുള്ളൂ. 25 ദിവസമായി നാളത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇതുവരെ അവൻ ശരിക്കും പഠിച്ചിട്ടില്ല. അവൻ പോപ്പുലർ നാടകക്കാരൻ. നിർത്തിക്കോ. 25 ദിവസം കൊണ്ട് കണ്ടുമല്ലോ മടയില് എന്നെ കൊണ്ട് ഞാൻ പോവാ. ഇവനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? എടാ ഇവൻ പോയിട്ട് ആദ്യം നമ്മളെല്ലാവരും കൂടിയല്ലേ അവനെ തെരഞ്ഞെടുത്തത്? നമ്മളെല്ലാവരും കൂടിയല്ലേ അവനെ ആ കസേരയിൽ ഇരുത്തിയത്? ഈ കസേര അടിച്ചു പിടിച്ചുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമോ? ഇല്ലല്ലോ. ഇതൊരു സ്ഥാനമാണ്. ഇത് അടിച്ചു പൊളിച്ചുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. നാം തെരഞ്ഞെടുത്ത് ഒരു സ്ഥാനത്തിരുത്തിയാൽ അയാൾ അനുസരിക്കണം, അയാൾ അംഗീകരിക്കണം. അത് നമ്മുടെ കടമയാണ്. അതാണ് ജനാധിപത്യം. മാറി മാറി വരുന്ന ഭരണാധികാരികൾ പുതിയ നയങ്ങൾ ഉണ്ടാക്കും, പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കും. നമുക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാം, അതല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാം, സമരം ചെയ്യാം. പക്ഷേ അന്തിമവിധി അത് കോടതിയുടേതാണ്. ഇതും ഒരു കോടതിയാണ്.
ഒരു പാതിരാ കോടതി. ഇവിടെ നിയമങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും വിധി പറയാൻ നമുക്ക് മുന്നിൽ വിധികർത്താക്കൾ ഉണ്ടാകും. അവരാണ് ഈ പാതിരാ കോടതിയുടെ ന്യായാധിപതി. ന്യായവിസ്താരങ്ങൾ നിരത്തി അവർ വിധി പറയും. അവിടെ മാധ്യമങ്ങൾക്കോ സംഘടനകൾക്കോ ഫേസ്ബുക്ക് ജീവികൾക്കോ നിരൂപകർക്കോ എന്തിന് ജനങ്ങളാകുന്ന പ്രേക്ഷകർക്ക് പോലും സ്ഥാനമില്ല. അവരെന്ത് വിധിച്ചാലും നമ്മൾ അനുസരിച്ചേ തീരും. അത് നമ്മുടെ നിയോഗമാണ്. നമ്മൾ വെറും കരുക്കൾ മാത്രം. ഈ വേദിയാകുന്ന ചതുരംഗ കരയുടെ വെറും കരുക്കൾ മാത്രം. അതിന്റെ ഇരുഭാഗത്തും ഇരുന്ന് അവർ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കളിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. നമുക്ക് കളിക്കാം. അടുത്ത ചൊവ്വാഴ്ച നാടകം കളിക്കണം. നമുക്ക് തുടങ്ങാം. പരിഷ്കാരങ്ങൾ വിപ്ലവത്തിന്റെ കൈവഴികളാണ്. അത് വിജയിക്കുമ്പോൾ വാഴ്ത്തപ്പെടുകയും പരാജയപ്പെടുമ്പോൾ തഴയപ്പെടുകയും ചെയ്യും. പക്ഷെ വാഴ്ത്തപ്പെട്ടാലും തഴയപ്പെട്ടാലും അവർ ചരിത്രത്തിന്റെ ഭാഗമായി സ്മരിക്കപ്പെടും. നാടകം ആരംഭിക്കുന്നു. തുഗ്ലക്.